എന്ത് പറ്റി ചക്കിമോളെ? എന്നോടൊന്നും മിണ്ടണ്ട. മായമേട് ഞാനും മിണ്ടൂല. എന്താ മോളെ? മായം എന്നെ കൂടാതെ എവിടാ പോയേ? ഓ, അതാണോ കാര്യം? ബാ. മായമ്മ ആശുപത്രി പോയി. എന്തിനാ ആശുപത്രി പോയത്? അതോ, അത് ചോദിച്ചത് കേട്ടില്ലേ? ആൻസർ പറയൂ. അത് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ. എന്താ അസുഖം? കുഞ്ഞെ, പരിശോധന കഴിഞ്ഞു. കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്കിതൊക്കെ ഒറ്റ നോട്ടത്തിലറിയാം. എന്തറിയാം? ഞാൻ പറഞ്ഞു തരാം. ചക്കിമോക്ക് ഒരു അനിയൻ കുഞ്ഞുവാ വരാൻ പോന്നു. കുഞ്ഞാവയോ? എവിടെ കുഞ്ഞാവ? കാണിച്ചതാ? ദാ ഇവിടെ ഉണ്ട്. എനിക്ക് ഇപ്പൊ കാണണം. മോക്ക് 8 മാസം കഴിയുമ്പോ കുഞ്ഞുവാവെ കാണാം. അവനെന്നെ എന്ത് വിളിക്കും? ചക്കിന്ന് വിളിച്ചാ ഞാൻ തല്ലു. അവൻ മോളെ അക്കച്ചീന്ന് വിളിക്കും. അക്കച്ചിയോ? ഞാൻ അക്കച്ചി, അവ കുഞ്ഞുവാവ. അക്കച്ചിയുടെ കുഞ്ഞുവാവ. 8 മാസം എപ്പാവും? അതൊക്കെ ഉടനെ ആകുന്നേ. മോള് കാത്തിരുന്നു. വാ ഡാഡി. കുഞ്ഞാവെവിടെ? ദേ, ഇഷ്ടപ്പെട്ടോ? എനിക്കതിന് വേണ്ട. അതെന്താ മോളെ? അത് ചീത്തയാ. കാണാൻ ഒരു ശൈലില്ല. അവൻ പട്ടിക്കുഞ്ഞിനെ പോലെ ഉണ്ട്. പണ്ട് ചക്കിമോളും എങ്ങനെയായിരുന്നത്? ഞാനിങ്ങനെ പട്ടിക്കുഞ്ഞല്ലായിരുന്നു. അല്ല, കുഞ്ഞുവാവയെ കാണാൻ തിടുക്കം കൂട്ടിയാൽ ഇവിടെ വന്നിരിക്കുക. കുഞ്ഞുവാവയെ നമുക്ക് കൊണ്ടുപോണ്ടേ? വേണ്ട ഡാഡി, നമുക്ക് അവനെ വേണ്ട. അതെന്താ മോളെ? അവൻ ഒരു ശൈലും ഇല്ല. കുറച്ചു നാൾ കഴിയുമ്പോ അവനും മുളപ്പൊലിശയിൽ വരും. മേനോൻ മുതലാളി എന്നെ ഒരു കുടുംബാംഗമായിട്ടാണ് കാണുന്നത്. അതിപ്പോ വിശേഷിച്ച് പറയാൻ എന്തുണ്ടായി മിസ്റ്റർ പിള്ളേ? കാരണമുണ്ട്. ഇന്നെനിക്ക് മുതലാളിയുടെ ഒരു പേഴ്സണൽ കത്തുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് പറയണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ സാറിപ്പോ എവിടെ താമസിക്കുന്നു പറയാത്തതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. ഓഫീസ് കാര്യങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കണമെന്നില്ലല്ലോ. ആ മിസ്റ്റർ പിള്ള കത്തിന്റെ കാര്യം പറഞ്ഞില്ല. അതായത് സാർ ഒരു പുനർവിവാഹം നടത്തണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. സാറിന്റെ ചിരിച്ചു കളഞ്ഞു. അല്ല, ഫലിതം കേട്ട ചിരി വരില്ലേ? കല്യാണക്കാര്യം ഫലിതമാണോ സാർ? എനിക്കിപ്പോ അങ്ങനെയാണ്. സാർ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തേക്കും. സ്വീറ്റ്സ് എന്താ വിശേഷിച്ച്? ജന്മദിനമാണ്. ആരുടെ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തെ കുറിച്ച് സാറൊന്നും പറഞ്ഞില്ല. എന്റെ കല്യാണക്കാരുമല്ലേ? അതെ, അത് തന്നെ. എനിക്കൊരു മറുപടി ഇടണമല്ലോ. അതേക്കുറിച്ചൊന്നും സംസാരിക്കണമെന്നില്ല. ഇനി എനിക്കൊരു വിവാഹം വേണമെന്ന് ലക്ഷ്മണ പിള്ളേ. ഓക്കെ സാർ. സ്വീറ്റ്സ് സാർ, സ്വീറ്റ്സ് അത്ര വേണ്ട. അത് വേണ്ട, അത് വേണ്ട. അത്ര കഴിക്കണ്ട. ഒന്നും കഴിച്ചിട്ടില്ല. ഹലോ, ഇഷ്ടമാണ്. സ്വീറ്റ്സ്. താങ്ക് യു. വെരി ഗുഡ്. പിന്നെ വീട് എവിടെയാന്ന് പറഞ്ഞേ? മറന്നുപോയി. ഞാനൊന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ മറന്നിട്ടാ, അതുകൊണ്ടാ. എന്നെ ഇഷ്ടമാണ്. അല്ല, പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് പിന്നെ അത് മതി. കഴിച്ചോ കഴിച്ചോ. ബസ് സ്റ്റാൻഡിൽ കാത്തിക്കാം. ഡ്രൈവർമാരോടെ പോകരുത്, നാട്ടിൽ മുഴുവൻ പിള്ളേരാവണം. വെള്ളത്തിൽ ആനയടിക്കല്ലേ കേട്ടോ.
കഴിച്ചോ. എന്റെ നമ്പർ ഓർമ്മയുണ്ടല്ലോ, ബെൻസ് വണ്ടിയുടെ. നടക്കരുത്, ഞാൻ അവിടെ കാത്തിരിക്കും കേട്ടോ. ഇഷ്ടമാണ്. ഇത് കണ്ടോ? ആ സിസ്റ്ററോ? നിന്നെ കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. വീട്ടിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, തീരെ സമയം കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ എന്തുണ്ട് വിശേഷം? ആ, ഡോക്ടർ തോമസ് മാത്യു അമേരിക്കയിലേക്ക് പോയി. ഞാൻ അറിഞ്ഞു, പ്രശാന്തേട്ടൻ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നാളത്തേക്ക് ലീവ് എടുത്തിരിക്കുക. എന്തിനാ സിസ്റ്റർ? പുള്ളിക്കാരന്റെ അടുത്തേക്ക് പോവുക. ഹസ്ബൻഡ് ഇപ്പോഴും കൽക്കട്ടയിലല്ലേ? അതെ, കുറച്ചുനാൾ അവിടെ കഴിയാനാ ഉദ്ദേശിക്കുന്നത്. ആ, ചക്കയ്ക്ക് മോന് സുഖമല്ലേ? ആ. പ്രശാന്ത് സാറിന്റെ വീട്ടുകാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആ, ഞാൻ പോട്ടെ, അല്പം തിരക്കുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണാം. ശരി മോനെ. ദേ അക്കച്ചി, അക്കച്ചി കുഞ്ഞാവയോട് നോക്ക്, മൊട്ട മൊട്ട. മാമേ, കുഞ്ഞാവ എന്റെ മടി കിടത്തു മാമേ. വേണ്ട മോളെ, അവൻ മൂത്രം ഒഴിക്കും. എന്റെ മടി കിടത്തുന്നേ. ദേ, ഇവിടെ ഇവിടെ. കുഞ്ഞാവേ, പിടിച്ചു. കുഞ്ഞുവാവേ, പൊന്നുവാവേ, അക്കച്ചീടെ കുഞ്ഞുവാവേ. 5 സ്റ്റാർ ചോക്ലേറ്റ്, കാഡ്ബറി ചോക്ലേറ്റ്, ഐസ്ക്രീം, പോപ്പിൻ. കണ്ടോ മാമേ? കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. കൊച്ചു കള്ളാ, നീ അക്കച്ചിയെ കുളിപ്പിച്ചല്ലോടാ. മോള് പോയി പാറമ്മയോട് മേലെ എഴുതി തരാൻ പറ. ചെല്ല്. ചെല്ലു മോളെ. ഈ കാര്യം എന്നെ നേരത്തെ അറിയിച്ചില്ല. ഞാൻ കൂടെ നീ കല്യാണം നടത്തില്ലായിരുന്നു. അച്ഛനെയും നിന്നെ ഒരുമിച്ചറിയിക്കാമെന്ന് കരുതി. കണ്ടോ, അതിന്റെ അർത്ഥം നിനക്ക് എന്നെ വിശ്വാസമില്ല എന്നല്ലേ? ഏയ്, അങ്ങനൊന്നുമല്ല. ചേട്ടാ, അമ്മാവൻ പഴയ മട്ടുകാരനാ. ആദ്യമൊക്കെ ഒന്ന് ചൂടായെന്ന് വരും, പക്ഷെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ കാര്യങ്ങളൊക്കെ നേരെയാവും. ഏതായാലും അച്ഛനെ ഇപ്പൊ ഈ കാര്യം അറിയിക്കണ്ട. ആ, വേണ്ടക്ക് വേണ്ട. ചായ. ഞാൻ ഈ വീടൊന്ന് കണ്ടുപിടിക്കാൻ എത്ര പാടുപെട്ടെന്നറിയാം. ഓഫീസ് ചെന്നപ്പോ ഒരുത്തിനും ഒരു പിടിയില്ല. പിന്നെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? അത് വലിയൊരു കഥയാണ് അളിയ. ഞാൻ ഓഫീസ് ചെന്നപ്പോൾ അവിടെ പെട്രോൾ അടിച്ച ബില്ല് കണ്ടു. അത് വെച്ച് ബങ്ക് കണ്ടുപിടിച്ചു. പിന്നെ ഈ പരിസരം ആകെ ഒന്ന് കറങ്ങി. അവസാനം നമ്മുടെ ബെൻസ് കിടക്കണുണ്ട്. പിന്നെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ബൈ ദ ബൈ, കുട്ടികളുള്ള വീടാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. സുലോചന അറിഞ്ഞാൽ എന്നെ ഫയർ ചെയ്യും. എടാ, കീ വണ്ടിയിലുണ്ടല്ലോ. ആ, എന്തിനാടാ? ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. നമ്പർ 1 ഉഴപ്പനായിരുന്നു. ഇപ്പോഴും അച്ഛന്റെ നോട്ടപ്പുള്ളിയാണ്. ഇവന് കുതിരപ്പന്തയം, ഇവന്റെ ഭാര്യയ്ക്ക് സോഷ്യൽ വർക്ക്. രണ്ടിനും വട്ടാണ്. ഹലോ, സുലോചനയല്ലേ? ആ, സുലോചന. ഇത് ഞാനാ. പിന്നെ നമ്മുടെ പ്രശാന്തൻ ഒരു 2ാം ഘട്ടം നടത്തി നമ്മൾ ആരും അറിയാതെ ആശാൻ സുഖമായി അങ്ങ് കഴിയുക. അതിലൊരു കൊച്ചു ഉണ്ടടി. ഏത് പെണ്ണിനെ? അതൊക്കെ ഞാൻ ബോംബെ വന്നിട്ട് വിശദമായിട്ട് പറയാം. ആ, നീ ഉടനെ അമേരിക്കയിലേക്ക് വിളിച്ച് അമ്മാവനെ വിവരം അറിയിക്കും. അല്പം ഡോസ് കൂട്ടി വിട്ടു. മനസ്സിലായില്ലേ? ശരി, ഉടനെ അറിയിക്കാം. ഏതാടാ ഈ പടം? എന്തിനാടാ വെറുതെ ഇതൊക്കെ വാങ്ങിച്ചത്? ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ടോയ്സ് ഉണ്ട്. എന്നാലും അങ്കിൾ എന്ന നിലയിൽ ഞാൻ ചെയ്യണ്ടേ. മക്കളെവിടെ? ആ, മക്കളെ. അമേരിക്കയിലേക്ക് അയച്ച ഏലക്ക സബ്സ്റ്റാൻഡേർഡ് ആയതിന്റെ കാരണം അച്ഛൻ ചോദിച്ചിരിക്കുന്നു. ബോംബെ മേടിക്കാനല്ലോ അയച്ചത്. നീ വേണം അതിന് മറുപടി പറയാൻ. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബോംബെയിൽ വെച്ചാണ് ഒരു ചാൻസും ഇല്ല. ഒരുപക്ഷെ മറ്റേതെങ്കിലും ബോട്ടിൽ വെച്ചാകാം. എക്സ്ക്യൂസ് മീ സാർ, മുതലാളിയുടെ ഒരു ടെലക്സ് മെസ്സേജ് ഉണ്ട്. എന്താ മിസ്റ്റർ പിള്ളേ? സാർ ഉടനെ നേരിട്ട് മുതലാളിയെ കാണണമെന്നാ.
അർജന്റ് മാറ്റർ. ഹലോ. ഹലോ. എന്താ ഇത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാൻ കാര്യം? ആർക്കറിയാം? ബൈ ദ ബൈ, ഞാനിന്ന് വൈകിട്ടുള്ള ബോംബെ ഫ്ലൈറ്റിന് പോവുകയാണ്. ഞാനിവിടെ വന്ന കാര്യം അമ്മാവൻ അറിയണ്ടോട്ടെ. പിന്നെ അമ്മാവൻ എന്തിനാ വിളിച്ചതെന്നുള്ള കാര്യം നീ നാളെ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ. എന്ത് കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്താ പോരെ? ഞാൻ വരട്ടെ. ബൈ. ഞാൻ നിന്നെ വിളിപ്പിച്ചെന്തിനാണെന്ന് അറിയാമോ? അറിയില്ല. നീ ഏതോ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. ശരിയാണോ? ഏത് തറവാട്ടിലാണ് ആ പെണ്ണ്? അങ്ങനെ പേരെടുത്ത് തറവാട്ടിയൊന്നുമല്ല. പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് യോജിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾ എനിക്കനുയോജ്യായ ഭാര്യയാണ്. ഓഹോ, എന്ന് നീ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. നീ അവളെ ഉപേക്ഷിക്കണം. മായ എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഒന്ന് നീ മനസ്സിലാക്കണം, എന്റെ മകന്റെ ഭാര്യ ഒരു അനാഥ പെണ്ണായിരിക്കരുത്. അത് നടന്നു കഴിഞ്ഞില്ലേ അച്ഛ? നടത്താൻ കഴിഞ്ഞാൽ അത് വിടർത്താനും കഴിയണം. കനകര തറവാട്ടിലെ ബാരിസ്റ്റർ പണിക്കയുടെ മകളെ ഞാൻ നിനക്ക് വേണ്ടി ആലോചിച്ചിരിക്കുകയാണ്. നീ ഈ ബന്ധം ഉപേക്ഷിക്കണം. ഒരിക്കലുമില്ല അച്ഛ. എനിക്ക് മായയും കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ഷുവർ? ഷുവർ.